സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ വയറിങ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന പിന്നീട് വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതായത് ഷോർട്ട് സർക്യൂട്ടുകൾ സംഭവിക്കുക, പരിധിയിൽ കൂടുതൽ വയറുകൾ വലിക്കുന്ന സമയത്ത് ഈ വയറുകൾ പരസ്പരം ചൂടായിട്ട് ഈ വയറുകൾ ഉരുകി പോവുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ബാധിക്കാത്തൊരു വയറാണ്. വയറ് നന്നായിട്ട് അതിൻ്റെ ഇൻസുലേഷൻ എല്ലാം ബ്രേക്ക് ആയിട്ട് അതിനുള്ളിലെ കോപ്പർ കറുത്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ ബീം വന്നിരിക്കുന്ന ഈ ഒരു വയറ് ഇപ്പോഴും അതിൻ്റെ ഇൻസുലേഷൻ ബ്രേക്ക് ആയിട്ടില്ല, അതിൻ്റെ കോപ്പർ വെളിയിൽ കാണുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പം ഈ ഒരു സ്മോക്ക് വരുന്നത് 75% മറ്റുള്ള വയറുകളെക്കാളും കൂടുതൽ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഇതിന് കൂടുതലാണ്. ആൻറ്റി ടെർമൈറ്റ്, ചെതൽ പിടിക്കുകയോ ആൻറ്റി റോഡൻറ്റ്, ഉറുമ്പുകൾ പോലെ അല്ലെങ്കിൽ പാറ്റകൾ പോലെയുള്ള സാധനങ്ങൾ ഇത് തിന്ന് കളയാതിരിക്കാനോ ഉള്ള പ്രോപ്പർട്ടി ഇതിന് വരുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ വയറിങ്ങിൻ്റെ സമയത്ത് എല്ലാവരും ചൂസ് ചെയ്യുന്നൊരു ബ്രാൻഡാണ് വി-ഗാർഡ്. ഇവരൊരു പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, വി-ഗാർഡ് അരീസോ എന്നാണ് അതിന് പേര് വെച്ചിരിക്കുന്നത്. കിടിലൻ പ്രൊഡക്റ്റ് ആണ്. ഈ ബീം ടെക്നോളജിയാണ്. ചൂട് എത്ര പിടിച്ചാൽ, അതായത് എത്ര ഹീറ്റ് ആയാലും ഉരുകി പോവാത്ത വയറാണെന്നാണ് കമ്പനി പറയുന്നത്. ഈ പ്രൊഡക്റ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വീഡിയോ വയ്ക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ നമുക്ക് മാർക്കറ്റിൽ വി-ഗാർഡിൻ്റെ കാണാൻ പറ്റുന്ന വയറ് സുപ്പീരിയോ എന്ന് പറഞ്ഞിട്ടുള്ള പേരിലായിരുന്നു. അതിനേക്കാളും ഇൻസുലേഷൻ കപ്പാസിറ്റി കൂടിയിട്ടുള്ള സുപ്പീരിയോ പ്ലസ് ഇപ്പോൾ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അതിനും മുകളിലാണ് ഇവരുടെ ടോപ്പ് നോച്ച് ക്വാളിറ്റി ആയിട്ടുള്ള വി-ഗാർഡിൻ്റെ അരീസോ എന്ന് പറയുന്ന പേരിൽ മെൽറ്റ് റെസിസ്റ്റൻറ്റ് വയറുകൾ ഇറങ്ങിയിട്ടുള്ളത്. ഈ ഒരു വയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഇ ബീം ടെക്നോളജി വരുന്ന വയറാണ്. എല്ലാ ക്രോസ് സെക്ഷനിൽ ഇത് വരുന്നുണ്ട്. 1² mm വരുന്നുണ്ട്, 1.5 വരുന്നുണ്ട്, 2.5 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്, 6 വരുന്നുണ്ട്, 90 മീറ്റർ ലെങ്ത്തിലാണ് ഈ ഒരു വയർ വരുന്നത്. എല്ലാ കളറിലും അവൈലബിൾ ആണ്. റെഡ്, ബ്ലാക്ക്, ഗ്രീന്, ബ്ലൂ, അങ്ങനെ 4 കളേഴ്സിലും ഇത് അവൈലബിൾ ആയിട്ടുള്ള ഒരു വയർ കൂടെയാണ്. അപ്പോൾ ഈ ഒരു വയറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുന്നൊരു വയറാണ്. സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ വയറിങ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന പിന്നീട് വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതായത് ഷോർട്ട് സർക്യൂട്ടുകൾ സംഭവിക്കുക, ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. നമ്മുടെ ഇലക്ട്രീഷ്യനെ, നമ്മുടെ കോണ്ടുപോയിട്ട് ഉണ്ടല്ലോ, കറുത്ത പൈപ്പുകൾ, വയറിങ് വലിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കറുത്ത പൈപ്പുകൾ, അതിലൂടെ പരിധിയിൽ കൂടുതൽ വയറുകൾ വലിക്കുന്ന സമയത്ത് ഈ വയറുകൾ പരസ്പരം കെട്ടുപിണഞ്ഞിട്ട് അത് ചൂടായിട്ട് ഈ വയറുകൾ ഉരുകി പോവുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ബാധിക്കാത്തൊരു വയറാണ് ഈ ഒരു വി-ഗാർഡിൻ്റെ അരീസോ എന്ന് പറയുന്ന വയർ. വെറുതെ പറയുകയല്ല, ഞാൻ അതിൻ്റെ ലൈവ് ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. ഇവരാണ് കേട്ടോ കാലിക്കറ്റ് ഈ വി-ഗാർഡിൻ്റെ ഒക്കെ സെയിൽസ് ഓഫീസറായിട്ട് വരുന്നത്. ഇവരാണ് ഇങ്ങനൊരു പുതിയ വയർ വന്ന കാര്യം നമ്മളെ ഇൻഫോം ചെയ്തിട്ടുള്ളത്. നിങ്ങളൊന്ന് പരിചയപ്പെടുത്തോ? ഹായ്, എൻ്റെ പേര് ജിജിൻ എന്നാണ്. ഞാനാണ് വി-ഗാർഡ് കാലിക്കറ്റ് ഏരിയ നോക്കുന്ന ആള്. നമ്മൾ പുതിയ പുറത്തിറങ്ങിക്കുന്ന കേബിളിന്റെ പേര് വി-ഗാർഡിന്റെ അരിസോ കേബിൾ എന്നാണ്. ഇത് നമ്മൾ പറയുന്നത് പവർ ഓഫ് 3 എന്നാണ്. പവർ ഓഫ് 3? അതെ, പവർ ഓഫ് 3 എന്ന് പറഞ്ഞാൽ 0 ഹാലജൻ, EBM ആൻഡ് എക്കോ ഫ്രണ്ട്ലി, ഇത് മൂന്നും കൂടി കൂടിച്ചേർന്ന ഒരു കേബിളാണ് ഈ അരിസോ കേബിൾ. ഈ 0 ഹാലോജൻ എന്ന് പറയുമ്പോഴേ, അപ്പൊ ഈ ഒരു കേബിളിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ PVC കണ്ടന്റ് അതിലാണ് ഹാലോജൻ. അത് ഹാലോജൻ ഫ്രീ ആണെന്നല്ലേ? തീർച്ചയായും ഹാലോജൻ ഫ്രീ ആണ്. ഓ ശരി. അങ്ങനെയാണ് നമ്മളത് പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് കത്തുമ്പോൾ പുകയും കറുത്ത പുകയും കാര്യങ്ങളും നമുക്ക് സ്മോക്ക് തീരെ വരില്ല. അതാണ് നമ്മുടെ അരിസോന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓ ശരി. കൂടാതെ നമുക്ക് 90 ഡിഗ്രി ഹീറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കേബിൾ കൂടിയാണ്. 90 ഡിഗ്രി സെൽഷ്യസ് ആണ് പറയുന്നത്. സെൽഷ്യസ് ആണ്. ഹീറ്റിനെ സെൻസ് ചെയ്യാൻ പറ്റുന്ന കേബിൾ കൂടിയാണ് ഇത്. ഓ ശരി. അതുകൂടാതെ എക്സ്ട്രാ 75% കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി കൂടി നമുക്ക് ഇത് കമ്പനിക്ക് അവകാശപ്പെടാൻ പറ്റും. ഓ, കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി കൂടുതലാണ്. അതിങ്ങനെ വെറുതെ പറയുന്നതിന് പകരേ നമുക്കിപ്പോ ഏതെങ്കിലും ഒരു വയർ കേബിൾ എടുത്തിട്ട് ഒന്ന് ചൂടാക്കി കാണിച്ചു തരുമോ, അല്ലെങ്കിൽ കറണ്ട് കപ്പാസിറ്റി, കറണ്ട് കടത്തി വിട്ട് കാണിച്ചു തരാനോ, അങ്ങനെ ഒന്ന് ലൈവായിട്ട് നമുക്കൊന്ന് പ്രൂവ് ചെയ്ത് തരാൻ പറ്റും? ഈ സാധനം അറിയാത്ത ആളുകൾക്ക് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇതാണ് ആംബിയർ കറണ്ട് ടെസ്റ്റിംഗ് മെഷീൻ അല്ലേ? അപ്പോൾ ഇതിനകത്ത് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ വയറിൻ്റെ ഈ ഇൻസുലേഷൻ ഉണ്ടല്ലോ, അതിൽ എത്രത്തോളം ഹീറ്റ് താങ്ങും, എത്രത്തോളം കറണ്ട് താങ്ങും എന്നുള്ളത് ഈ ഒരു മെഷീൻ നമുക്ക് കറക്റ്റ് പറഞ്ഞു തരും. മെഷീൻ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിൽ ഇങ്ങനെ കറണ്ട് കടത്തി വിടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വയർ ചൂടാവുമല്ലോ. അപ്പോൾ എത്രത്തോളം ഡിഗ്രി സെൽഷ്യസിൽ ഈ ഒരു വയർ ഉരുകുന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ശരിക്ക് ഇതിലിപ്പം നോർമൽ വേറൊരു ബ്രാൻഡിന്റെ വയറാണ് ഇതിൽ വെച്ചിരിക്കുന്നത് അല്ലേ? നിങ്ങളുടെ വയർ, അതായത് ഇ ബീം ടെക്നോളജിയുള്ള വി-ഗാർഡിന്റെ അരീസോ വയർ ഇതിലേക്കൊന്ന് വെച്ചിട്ട് രണ്ടും ഒരുമിച്ച് ഒരേ സമയം ഒരേ കറണ്ട് കടത്തി വിട്ട് കാണിച്ചു തരാൻ പറ്റും? ഇത് ബോക്സ് വി-ഗാർഡിന്റെ അരിസോ ബോക്സ് ആണ്. അതൊക്കെ ഞാൻ പേഴ്സണലി ചെക്ക് ചെയ്തിട്ടുള്ള കേട്ടോ. എല്ലാം കറക്റ്റാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഞാൻ തന്നെ ഗ്യാരണ്ടി നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതിനകത്ത് നിന്ന് നമ്മൾ ലൈവായിട്ട് വയർ കട്ട് ചെയ്യാൻ പോവാണ്. ഈ ഒരു ലെങ്ത്തുള്ള വയറാണ് നമുക്ക് വേണ്ടത്. അത് ആ ലെങ്ത്ത് കറക്റ്റ് മുറിച്ചെടുത്തു. ഇത് അരിസോയുടെ 1² mm റെഡ് വയറാണ്. അതിൽ അരിസോയിൽ തന്നെ ഇ ബീം ടെക്നോളജി വരുന്ന ടൈപ്പ് വയറുമാണിത്.
സോ കൂടുതൽ എക്സാജറേഷൻസോ തള്ളിമറിക്കലുകളോ ഒന്നുമില്ല, ലൈവായിട്ട് സയൻറ്റിഫിക് പ്രൂഫ് നിങ്ങളെ കാണിച്ച് തരികയാണ്. ഇത് വിഗാർഡിൻ്റെ അരിസോ എന്ന് പറയുന്ന ഇ ബീം ടെക്നോളജി വരുന്ന വയറാണ്. ഇത് മാർക്കറ്റിൽ കിട്ടുന്ന നോർമൽ വേറൊരു ബ്രാൻഡിൻ്റെ നോർമൽ വയറാണ്. ഇത് രണ്ടും ഒരേ സമയം കണക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഓണാക്കിക്കൂടെ? പവർ ഓണായി. അപ്പോൾ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഇതിൽ പോകുന്ന കറണ്ടിൻ്റെ അളവ് ഇങ്ങനെ കൂടി വരും. 17 ആംപിയർ ആണ് ഇപ്പോൾ അതിലൂടെ കടത്തി വിടുന്നത്. ഇപ്പോൾ അത് 25 എത്ര വരെ പോകും ഇതിനകത്ത്? 50 ആംപിയർ വരെ കൊടുക്കാം. 50 ആംപിയർ വരെ കൊടുക്കാം. 55 വരെ നമുക്ക് കൂടെ ചെയ്യാൻ പറ്റും. ആ, അപ്പോൾ നമ്മൾ 50 ആംപിയർ ആണ് ഇതിലെ കടത്തി വിടുന്നത് അല്ലേ? 55 വരെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ കറണ്ട് ഇത് കടന്നു പോകുന്ന സമയത്ത് ഈ 2 വയറുകളും ഇപ്പോൾ ചൂടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എന്ത് മാറ്റമാണ് ഈ വയറുകൾക്ക് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ക്ലോസ് ആയിട്ട് കാണിക്കുന്നത്. സോ ഈ ഒരു വയറ് ഇതേപോലെ സ്മോക്ക് വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. വയറ് നന്നായിട്ട് അതിൻ്റെ ഇൻസുലേഷൻ എല്ലാം ബ്രേക്ക് ആയിട്ട് അതിനുള്ളിലെ കോപ്പർ കറുത്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ ബീം വന്നിരിക്കുന്ന ഈ ഒരു വയറ് ഇപ്പോഴും അതിൻ്റെ ഇൻസുലേഷൻ ബ്രേക്ക് ആയിട്ടില്ല. അതിൻ്റെ കോപ്പർ വെളിയിൽ കാണുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പം ഈ ഒരു സ്മോക്ക് വരുന്നുണ്ട്. ആ ഇൻസുലേഷൻ ഇങ്ങനെ തട്ടാൻ പറ്റുമോ ഇതിൻ്റെ മുകളിൽ നിന്ന്? ഇനി ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സാധനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഇൻസുലേഷൻ വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ചുരണ്ടി കളയാൻ പറ്റും. ഇതാണ് ചൂട് കൂടിയാൽ നമ്മളുടെ വീടിനകത്ത് വെച്ചിരിക്കുന്ന വയറുകൾക്ക് സംഭവിക്കുക. ഇ ബീം ടെക്നോളജി വന്നു കഴിഞ്ഞാൽ നോക്ക്, അതേ ടെമ്പറേച്ചറിൽ നിൽക്കുന്ന വയറായത്. ഇപ്പോഴും അതിൻ്റെ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി വളരെ കൂടുതലാണ്, ഹീറ്റ് റെസിസ്റ്റൻസും കൂടുതലാണ്. സോ ഇതാണ് കേട്ടോ നമ്മുടെ വിഗാർഡിൻ്റെ അരിസോ എന്ന് പറയുന്നത്. ഇതതിൻ്റെ കോപ്പറാണ്, ഇതതിൻ്റെ ഇൻസുലേഷനാണ്. ഈ ഇൻസുലേഷൻ ഈ ബീമിലാണ് വരുന്നത്. കോപ്പറിനെ സംബന്ധിച്ചിടത്തോളം ഹൈ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഉള്ള കോപ്പറാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. സാധാരണ വയറുകൾക്ക് ഈ കോപ്പറിൽ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഒക്കെ ആവശ്യമുള്ള ആളുകൾക്ക് വേണ്ടി പറയുകയാണ്, ഒരു 11 ആംപിയർ അല്ലെങ്കിൽ 12 ആംപിയർ ഒക്കെയാണ് സാധാരണ നോർമൽ വയറിലൂടെ കണ്ടക്ട് ചെയ്യുന്ന കറണ്ടിൻ്റെ കപ്പാസിറ്റി എന്ന് വെച്ചാൽ. എന്നാൽ അരിസോയിലേക്ക് വരുന്ന സമയത്ത് 1 സ്ക്വയർ mm ഇവിടെ 21 ആംപിയർ അല്ലെങ്കിൽ 22 ആംപിയർ കറണ്ട് വരെ പാസ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു കേബിൾ നിർമ്മിച്ചിട്ടുള്ളത്. അത് വളരെ നല്ലൊരു കാര്യമാണ്, നല്ല ക്വാളിറ്റി വയറാണ് എന്നാണത് അർത്ഥമാക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഹീറ്റ് റെസിസ്റ്റൻസ് നമ്മളിപ്പോൾ കണ്ടതാണ് എത്രത്തോളം ചൂട് ഇത് താങ്ങും എന്നുള്ളത്. 55 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട് വന്നിട്ടും ഈ ഒരു വയർ എന്ത് ചെയ്തിട്ടില്ല, അത് ഉരുകി പോയിട്ടില്ല എന്നുള്ളത് നമ്മൾ ലൈവായിട്ട് കണ്ടിട്ടുള്ളതാണ്. ബാക്കി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ROHSൻ്റെയും റീച്ചിൻ്റെയും സർട്ടിഫിക്കറ്റുകൾ വരുന്ന ഒരു വയർ കൂടെയാണ്. അതായത് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ വയർ വരുന്നത്. മോയ്സ്ചർ ഗാർഡ് പ്രോപ്പർട്ടി ഇതിനുണ്ട്. അതായത് നനഞ്ഞു കഴിഞ്ഞാലും ആ ഒരു ഇൻസുലേഷൻ്റെ അകത്തേക്ക് വെള്ളം കയറാതിരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ 90 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഹീറ്റ് ഇതിന് ക്യാരി ചെയ്യാൻ പറ്റുന്നുണ്ട്. 75% മറ്റുള്ള വയറുകളെക്കാളും കൂടുതൽ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഇതിന് കൂടുതലാണ്. ആൻറ്റി ടെർമൈറ്റ്, ചെതൽ പിടിക്കുകയോ ആൻറ്റി റോഡൻ്റ്, ഉറുമ്പുകൾ പോലെ അല്ലെങ്കിൽ പാറ്റകൾ പോലെയുള്ള സാധനങ്ങൾ ഇത് തിന്ന് കളയാതിരിക്കാനോ ഉള്ള പ്രോപ്പർട്ടി ഇതിന് വരുന്നുണ്ട്. ഈ ഒരു പ്രോപ്പർട്ടീസ് ഒക്കെയാണ് ഇതിന് വരുന്നത്. എല്ലാ സ്ക്വയർ mm ഇത് അവൈലബിൾ ആണ്. 90 മീറ്റർ ലെങ്ത് മാത്രമേ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളൂ. കൂടാതെ കേരളത്തിലെ പ്രമുഖ ഡീലേഴ്സിലൊക്കെ നമുക്കിപ്പോൾ ഈ ഒരു വയർ അവൈലബിൾ ആണ്. നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഷോപ്പുകളിലൊക്കെ ഈ ഒരു വയർ താമസിയാതെ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും. നമ്മൾ ഒരു പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ നോർമൽ വയറിനേക്കാളും അല്പം പ്രീമിയം സെഗ്മെൻറ്റിലാണ് ഈ ഒരു വയർ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. നോർമൽ നമ്മൾ കോയിലിന് കൊടുക്കുന്നതിനേക്കാളും ഒരു 40 രൂപ 50 രൂപ നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് ഇതൊരു ക്വാളിറ്റി കൂടിയ ഇ ബീം ടെക്നോളജി വരുന്ന ഒരു പ്രൊഡക്റ്റ് കൂടി ആയതുകൊണ്ടാണ്. പക്ഷേ ഞാനെപ്പോഴും പറയുക, നമ്മുടെ ഒരു വീട്ടിലേക്ക് വയറിങ്ങിന് ടോട്ടൽ ആവശ്യമായിട്ട് വരിക ഒരു 35 റോൾ അല്ലെങ്കിൽ 40 റോളുകളാണ് വരിക. അതിന് നിങ്ങളൊരു 40 രൂപ ഒരു റോളിന് എക്സ്ട്രാ വരുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ചിലവാക്കി കണക്കാക്കാതെ ക്വാളിറ്റി കൺസിഡർ ചെയ്യുന്ന ആളുകൾ ഇ ബീം ടെക്നോളജി തന്നെ ചൂസ് ചെയ്യാനാണ് ഞാൻ പറയുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ട ആളുകൾക്ക് വിളിക്കാനുള്ള നമ്പേഴ്സ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. അപ്പോൾ ഈ വയറിൻ്റെ അവൈലബിലിറ്റിയോ അല്ലെങ്കിൽ ഈ വയറിൻ്റെ കൂടുതൽ ടെക്നിക്കൽ ഡീറ്റെയിൽസോ വേണ്ട ആളുകൾക്ക് ആ നമ്പർ യൂസ് ചെയ്ത് വിളിക്കാൻ സാധിക്കും. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസുകൾ കാണാം. ഇതേപോലെ പുതിയ പ്രൊഡക്റ്റുകൾ അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. വീഡിയോ വെക്കുന്ന എല്ലാ ആളുകൾക്കും ഉപകാരപ്പെടുന്ന ഒരുപാട് കണ്ടന്റുകൾ ഇനിയും ഈ ചാനലിൽ വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ